ഹലോ, നമ്മുടെ ഫ്രീ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ് ഇന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വനില സ്പഞ്ച് ചെയ്യാനായിട്ട് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് നോക്കാം. 1/2 കപ്പ് ഓഫ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എന്നൊക്കെ പറയുന്ന നമ്മുടെ മൈദ, അതുപോലെ 1/2 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ ഓയിൽ, പിഞ്ച് സോൾട്ട്, അതുപോലെ നമ്മുടെ വനില എസൻസ്, 2 എഗ്ഗ്, തിളപ്പിച്ചാറിയ വെള്ളം അതല്ലെങ്കിൽ പാല്. ഓക്കെ, ഇത്രയാണ് നമുക്കൊരു 1/2 kg സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/2 കപ്പ് തന്നെ വേണമെന്നില്ല, 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും പഞ്ചസാര എടുത്ത് പൊടിച്ചാലും നമുക്ക് മതിയാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഷുഗർ ഒരുപാട് മധുരം ഇഷ്ടമല്ലാത്തവർക്ക് കുറയ്ക്കാം കേട്ടോ. നമ്മളൊരു കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം നമ്മുടെ കേക്ക് മോൾഡ് ഓയിൽ ഗ്രീസ് ചെയ്ത് വെക്കണം. എപ്പോഴും ഓയിൽ ഗ്രീസ് ചെയ്ത് നമ്മുടെ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട്, അതായത് ബട്ടർ പേപ്പർ ലൈൻ ചെയ്യാമെന്നാണ് പറയുന്നത്, ബട്ടർ പേപ്പർ ലൈൻ ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഒരു ബട്ടർ പേപ്പർ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ, നമ്മുടെ കേക്കിൻ്റെ മോൾഡ് കമഴ്ത്തി വെച്ചതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ മോൾഡിൻ്റെ മുകൾ വശത്തായിട്ട് ഈ ഒരു രീതിയിൽ വെക്കുക. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. എഗെയിൻ ഓപ്പോസിറ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. കണ്ടല്ലോ, 3 ആക്കി മടക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. ഒന്ന് ഫോൾഡ് ചെയ്തു, എഗെയിൻ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തു. എന്നിട്ട് നമ്മുടെ നമ്മുടെ മോൾഡിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നേരെ കർവായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, കർവാക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് കണ്ടല്ലോ, ഇതാണ് ബട്ടർ പേപ്പർ ലൈൻ ചെയ്യാന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ്സിലും ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം കേട്ടോ. സൈഡ്സിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ സൈഡ്സിൽ നമ്മുടെ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നമ്മുടെ മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ കേട്ടോ. ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. കണ്ടല്ലോ, പിന്നെ എക്സസ് ആയിട്ട് വരുന്ന നമ്മുടെ മൈദ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മുടെ ബട്ടർ പേപ്പർ വെച്ച് നമ്മുടെ കേക്ക് മോൾഡ് ലൈൻ ചെയ്യുന്നത്. കണ്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഫ്ലോർ ഒരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എന്ന് പറയുന്ന നമ്മുടെ മൈദ കേട്ടോ. അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നിങ്ങൾ മാറരുത് കേട്ടോ. നിങ്ങൾ ലേബൽ ചെയ്ത് വെക്കുക. എയർ ടൈറ്റ് ആയിട്ടൊരു ബോക്സിലായിരിക്കണം നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ ഒരിക്കലും അത് പാക്കറ്റായിട്ട് സൂക്ഷിക്കരുത് കേട്ടോ. അതുപോലെ 1/4 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ നല്ല രീതിയിൽ ഒന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ എക്സസ് ആയിട്ട് വരുന്നത് റിമൂവ് ചെയ്യണം കേട്ടോ. അത് നമ്മൾ ഇതിൽ ഇടരുത്, അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുക കേട്ടോ. കണ്ടല്ലോ, ഇതിങ്ങനെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ നമുക്ക് 2 എഗ്ഗ് ഇതിനാവശ്യമാണ്. അപ്പോൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് 2 പാത്രങ്ങളിൽ മാറ്റുക. ശ്രദ്ധിക്കുക, നമ്മുടെ പാത്രത്തിൽ ഒരിക്കലും വാട്ടർ കണ്ടൻറ്റ്, അതായത് വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാകാനായിട്ട് പാടില്ല കേട്ടോ. കണ്ടല്ലോ, എഗ് വൈറ്റ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക.
അതുപോലെ നമ്മുടെ എഗ് യോക്ക് വേറൊരു പാത്രത്തിലോട്ടും മാറ്റി കൊടുക്കുക. സെപ്പറേറ്റ് ചെയ്യുക. എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇനി നമ്മുടെ എഗ് വൈറ്റ് ശ്രദ്ധിക്കണേ, ഇതുപോലെ എഗ്ഗിൻ്റെ ഷെല്ലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക കേട്ടോ. എഗ്ഗിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്യുക. നമ്മുടെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു പിഞ്ച് സാൾട്ട് നമ്മുടെ എഗ് വൈറ്റിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഒരു പിഞ്ച് സാൾട്ട്, ജസ്റ്റ് ഒന്ന് പിഞ്ച്. ഇനി എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് സ്പീഡ് കേട്ടോ.